ഓ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞമ്മേട്ടി. സോ ഗൈസ്, നമ്മൾ ഇന്നൊരു ഗെയിം പ്ലേ ആണ് എടുക്കാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് സ്കൂളുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ ഇന്നൊരു ഗെയിം പ്ലേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സ്കൂളിലെ ദിവസങ്ങളിൽ ഞാൻ ഒരു ഗെയിം പ്ലേ എടുക്കത്തുള്ളൂ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. അപ്പോൾ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മുടെ വൈകിട്ട് 5:30 നമ്മുടെ റോഡ്രിയുടെ പാക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സ്പെയിൻ്റെ പാക്ക് 6 പ്ലെയേഴ്സ്, 5 ഷോർട്ട് ടൈമും ഒരു ബിഗ് ടൈമും, 150 പ്ലെയേഴ്സ് ഉള്ളത് നിങ്ങൾ നോക്കണം. അപ്പോൾ നമുക്കിപ്പോൾ 827 കോയിനായിട്ട് ഗൈസ്. 900 കോയിനാകുമ്പോൾ നമ്മളെന്തായാലും സ്പെയിനിൻ്റെ പാക്ക് എന്തായാലും കറക്കുന്നതായിരിക്കും ഗൈസ്. അർജൻറ്റീനയെ തോൽപ്പിച്ചു എന്നുള്ളത് ഞാൻ നോക്കണില്ല, സ്പെയിനിൻ്റെ പാക്ക് നമ്മൾ കറക്കും. ഞാനൊരു കട്ട അർജൻറ്റീന ഫാനാണ്, എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, എന്താ ചെയ്യുക. ഓക്കെ, അവൻ്റെ ടീം 4-1-3 ലോങ് ബോൾ കൗണ്ട് 3195 ഫാബിയോ കപ്പെല്ലോ 1700 കേട്ടോ ഗൈസ് അവൻ്റെ പോലത്തെ റേറ്റിംഗ്. എനിക്ക് നല്ല വിഷമമുണ്ട്. നമ്മളെ മെസ്സി എന്തോരം ട്രോളുകളാണ് വരുന്നത്. ട്രോൾ ചെയ്യാനൊക്കെ അവർക്ക് എന്തുട്ടാ അർഹത ബ്രാച്ചിക്കൽ ഫാൻസിന്. റൗണ്ട് ഓഫ് 16, അതായത് പ്രീ ക്വാർട്ടറിൽ പുറത്തായി പോവുകയാണ് ഈ പറയുന്ന ബ്രാച്ചിക്കൽ. എന്നിട്ട് നമ്മുടെ മെസ്സി വേൾഡ് കപ്പ് അടിച്ച മെസ്സിനെ, ഈ കൊല്ലം ഫൈനലിൽ എത്തിയ മെസ്സിനെ, ഒറ്റയ്ക്ക് തോളിലേറ്റി കൊടുന്ന മെസ്സിനെ ട്രോളാൻ അവർക്ക് എന്ത് അർഹതയാണുള്ളത്. 43-ാം വയസ്സിൽ റൊണാൾഡോ. നെയ്മറിനെ പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല, ആൾക്ക് പരിക്കായിരുന്നു. എന്നാലും ബ്രസീലിനെ എനിക്ക് പറയാം, പക്ഷെ റൊണാൾഡോനെയും പോർച്ചുഗലിനും എനിക്ക് പറയാം. ടീം ഉണ്ടായിട്ട് കളിച്ചില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. റൊണാൾഡോ ഗൈസ് അതിന് പണി കിട്ടിയാണോ ഗൈസ്. റൊണാൾഡോ ഉണ്ടായിരുന്നു, നല്ല ടീം ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു ഗൈസ് അവർക്ക്. എന്നിട്ട് അവർ കളിക്കാണ്ട് തന്നെ തോറ്റതാണ്. അവരുടെ ടീമിനെ യൂണിറ്റി ഇല്ല. പോർച്ചുഗൽ ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തൊള്ള പൊളിക്കുന്നുണ്ടെങ്കിൽ വേൾഡ് കപ്പ് അടിച്ച് തൊള്ള പൊളിക്കുക. ഓക്കെ, ബാലൻഡിയോറിൻ്റെ കണക്കൊന്നും ഞാൻ പറയില്ല, അതൊന്നും ഞാൻ റൊണാൾഡോയ്ക്ക് പറ്റില്ല. പക്ഷേ വേൾഡ് കപ്പ് അടിച്ച് തൊള്ള പൊളിച്ചൂടെ നിങ്ങൾക്ക്? സുഖ അവസരം എന്നിട്ടാ കഴിച്ചത്. ബാലൻഡിയോർ ഇനി റൊണാൾഡോയ്ക്ക് എന്തായാലും മെസ്സിനെ വെട്ടിക്കാൻ പറ്റില്ല, പക്ഷേ വേൾഡ് കപ്പ് അടിക്കായിരുന്നു. വേൾഡ് കപ്പ് റൊണാൾഡോ അടിച്ചിട്ട് നിങ്ങളൊന്ന് തൊള്ള പൊളിക്ക്. ഒരു വേൾഡ് കപ്പ് ഫൈനൽ പോലും ഇല്ല. മെസ്സി ഇപ്പോൾ തന്നെ 3 വേൾഡ് കപ്പ് ഫൈനലായി, അതിലൊരെണ്ണം വേൾഡ് കപ്പ് വിൻ ചെയ്തു. അങ്ങനെയുള്ള മെസ്സിനെ നിങ്ങൾ എന്ത് അർഹതയിലാണ് നിങ്ങൾ ഇങ്ങനെ ട്രോളി വിടണത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഒരു അർഹതയില്ലാത്ത ബ്രാച്ചിക്കൽ ഫാൻസ്. 3 ഫൈനൽ കളിച്ച മെസ്സി, ആ മെസ്സിനെ, ആ മനുഷ്യനെയാണ് നിങ്ങളിങ്ങനെ ട്രോളി വിടണത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. എനിക്കിപ്പോൾ ഈ ബ്രാച്ചിക്കൽ ഫാൻസിനെ കളിയാക്കിയതിൻ്റെ പേരിൽ എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞാലും കുഴപ്പമില്ല. ഞാനൊരു കട്ട മെസ്സി ഫാനാണ്. ഓക്കെ, മെസ്സി നമ്മുടെ മുത്താണ്. പുറത്തേക്ക് അടിച്ച കൈ സാളൻ്റെ പുറത്തേക്ക് അടിച്ചത്. അപ്പോൾ റൊണാൾഡോൻ്റെ ആദ്യം വേൾഡ് കപ്പ് അടിക്കാൻ മതി. ഓക്കെ, ഈ അടുത്ത വേൾഡ് കപ്പ് ഇവരൊക്കെ കളിക്കുക എന്നുള്ളതൊന്നും ഉറപ്പില്ല. നെയ്മർ വിരമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ വിരമിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. മെസ്സി റൊണാൾഡോ ഒന്നും ഒഫീഷ്യലായി പറഞ്ഞിട്ടില്ല. എന്തായാലും നോക്കാം, ഈ 4 കൊല്ലത്തെ അവരെ കളി അനുസരിച്ചാവും അവരുടെ വിരമിക്കൽ പ്രഖ്യാപനം. മെസ്സിയുടെ എന്തായാലും അങ്ങനെയാവും. റൊണാൾഡോനെ കപ്പടിക്കണവരെ കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ പോർച്ചുഗലിലൊക്കെയാണ് അടുത്ത വേൾഡ് കപ്പ് നടക്കുന്നത്, സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ. ചിലപ്പോൾ റൊണാൾഡോ കളിക്കുന്നതാണ് എനിക്ക് തോന്നണേ. ഹിക്സൺ നല്ലൊരു കളി തന്നെയായിരുന്നു അല്ലേ, ആദ്യം പാസ് തന്നെയായിരുന്നു. ഗൈസ് പണി, അവിടെ റണ്ണ് വരുന്ന നോക്കിയാൽ ലിയോ മെസ്സിയുടെ ത്രൂ. ഗൈസ് പണി, ക്രൈഫ് വിൽസൺ ഇറങ്ങിപ്പോവൽ. ഓക്കെ കിട്ടി. ഓക്കെ, സ്കോൾസ്. ഇവിടെ ഇനി മാർട്ടീനസ് എന്നൊക്കെ പറയണ്ടല്ലോ. പിന്നെ അർജൻറ്റീനയെ നാണം കെട്ട തോൽവിയിൽ നിന്ന് രക്ഷിച്ചത് നമ്മുടെ എമി മാർട്ടീനസ് ആയിരുന്നു, അല്ലെങ്കിൽ കൊട്ടയ്ക്ക് കയറിയാണ് മെസ്സിക്ക്. സ്പെയിൻ ഭയങ്കര ടീമായിട്ടോ ഗൈസ്, ഇജാതി ടീം അവർ. സ്പെയിൻ എളുപ്പമല്ല, സ്പെയിനെ തോൽപ്പിക്കണം കഴിഞ്ഞ് എളുപ്പം അത്രയ്ക്ക് അല്ല എന്ന് വേണം പറയാൻ. സ്പെയിൻ അത്രയ്ക്ക് നല്ല പാസിങ്ങും അവർ നല്ല കെമിസ്ട്രി വന്നവർ കളിച്ച്. അത് പോയി സ്പെയിൻ ടീം. മിക്കവരും ബാർസ ടീം വരെ അത് കാരണം അവർക്ക് കളിച്ച് പരിചയമുണ്ട്.
ഓക്കെ വാട്ട് എ പ്ലേ ഗൈസ്. ഓക്കെ ബെറ്റിസ്റ്റൂട്ട വിത്ത് ബാങ്കർ ഗൈസ്. അല്ല ബാങ്കർ അല്ല, സോറി, ബിൽഡപ്പ് ഗോൾ. സ്കോൾസിൻ്റെ എണ്ണം പറഞ്ഞ ഒരു വിഷനറി പാസ്സാണ് നമ്മളവിടെ കണ്ടത്. സ്കോൾസ് ഗൈസ്, വാട്ട് ആൻഡ് ത്രൂ ബോൾ. അത് ഗോളിക്ക് പോലും മര്യാദയ്ക്ക് ജഡ്ജ് ചെയ്യാൻ പോലും പറ്റാതെ നമ്മുടെ സ്കോൾസിൻ്റെ എണ്ണം പറഞ്ഞ ബോൾ പോയത്. സ്കോൾസിനെ ഇവിടെ പിൻവലിക്കുകയാണ് ഗൈസ്. ഓക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായി വരുന്നു നമ്മുടെ അക്കഞ്ചിയും പിള്ളേരും. ഓക്കെ സ്കോൾസിൻ്റെ പകരം ഇനി ഡൊണാഡോണി വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ 1-0 അറ്റ് ഹാഫ് ടൈം. നമ്മൾ നന്നായി കളിക്കുന്നുണ്ട്. ഓക്കെ റൗൾ, അങ്ങടല്ല ഉദ്ദേശിച്ചത്, അപ്പോൾ അങ്ങോട്ട് പോയി. നാഗാട്ടോമോ ഗൈസ്. മിസ് പാസ് ഇടല്ലേ. നഗാട്ടോമോൻ്റെ വക ഒരു മിസ് പാസ്. ലോച്ചർ മത്താവൂസ്, എഡ്മിൽസൺ, എറ്റോ. Save guys. What a play from Eto. And what a save from the golden ball winner ഒലിവർ ഖാൻ. 2002 വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ വിന്നർ. ഒരേ ഒരു ഗോളി, ഗോൾഡൻ ബോൾ വിൻ ചെയ്യുന്ന ഏക ഗോളി ഒലിവർ ഖാൻ. അന്ന് ഒറ്റയ്ക്ക് ടീമിനെ ഫൈനലിൽ എത്തിച്ച ഒലിവർ ഖാൻ. പക്ഷേ ഫൈനലിൽ 2 മിസ്റ്റേക്ക് ഒലിവർ ഖാൻ്റെ വക വന്നു, 2ഉം ഗോളായി. അങ്ങനെയാണ് ജർമ്മനി ബ്രസീലിനൊപ്പം വേൾഡ് കപ്പ് ആ ഫൈനലിൽ തോറ്റത്. അത്ര നാൾ ഒലിവർ ഖാൻ ടീമിനെ താങ്ങിയെങ്കിലും ഫൈനലിൽ ഒലിവർ ഖാൻ്റെ മിസ്സിലായിരുന്നു 2 ഗോളും വന്നത്. പക്ഷേ ഗോൾഡൻ ബോൾ ഒലിവർ ഖാന് തന്നെ കിട്ടി. അപ്പോൾ അന്ന് നമ്മൾ കണ്ടതാണ്, ഫൈനലിലത്തെ കളിയൊന്നും വിലയിരുത്തിയിരുന്നില്ല. പക്ഷേ ഇന്നലെ മെസ്സി ഫൈനലിൽ മാത്രം കളിക്കാതെ ഇരുന്നിട്ടുള്ളൂ, ബാക്കി എല്ലാ കളിയും മെസ്സി കളിച്ചു. എന്നിട്ട് മെസ്സിക്ക് എന്തുകൊണ്ട് ഗോൾഡൻ ബോൾ കൊടുത്തില്ല? തൻ്റെ ടീമിനെ ഒറ്റയ്ക്ക് താങ്ങിയ മെസ്സി. സ്പെയിനിലാവുമ്പോൾ റോഡ്രിക്ക് സേവ് അഗെയിൻ. ഒലിവർ ഖാൻ ഇൻ ഹ്യൂജ് ഫോം. റോഡ്രി ഡിസർവിങ് ആണെന്ന് ചോദിച്ചാൽ ഡിസർവിങ് തന്നെയാണ്, പക്ഷെ മെസ്സിയുടെ അത്രയ്ക്ക് ഡിസർവിങ് അല്ല എന്ന് വേണം പറയാൻ. എന്നുവെച്ചാൽ സ്പെയിൻ ടീമിൽ എല്ലാ പ്ലേയേഴ്സും, അതായത് എല്ലാ പ്ലേയേഴ്സും ക്വാളിറ്റി പ്ലേയേഴ്സ്. ഗൈസ് വാട്ട് എ പാസ് ഫ്രം ഡൊണാഡോണി ഗൈസ്. എണ്ണം പറഞ്ഞ ബോൾ. ഒരു ഡബിൾ ടച്ച് ആൻഡ് ലോ സ്ക്രീമർ അടിക്കാൻ പറ്റിയില്ല. സ്പെയിനിൽ ഞാൻ പറയാൻ വെച്ചാൽ എല്ലാം ക്വാളിറ്റി പ്ലേയേഴ്സ് ആയിരുന്നു ഗൈസ്. സ്പെയിൻ ടീമിലെ പണി കിട്ടൂ. സ്പെയിൻ ടീമിലെ എല്ലാ പ്ലേയേഴ്സും ക്വാളിറ്റി പ്ലേയേഴ്സ്. അതുകൊണ്ട് റോഡ്രിക്ക് മാത്രമായിട്ട് കൊടുക്കുന്നത് ശരിയല്ല. അവരെല്ലാവരും ടീം മൊത്തം നന്നായി കളിച്ചു. പക്ഷേ അർജൻറ്റീനയിലെ മെസ്സി മാത്രമേ കളിച്ചിട്ടുള്ളൂ. അപ്പം മെസ്സിക്ക് കൊടുക്കണമായിരുന്നു ഗോൾഡൻ ബോൾ. അത് കൊടുത്തില്ല ഗൈസ്. ലിയണൽ മെസ്സിക്ക് കൊടുത്തില്ല. കമ്മിറ്റി ടീം എന്നൊക്കെ നിങ്ങളെ വിളിച്ചിരുന്നല്ലോ. അപ്പോൾ എന്തുകൊണ്ട് മെസ്സിക്ക് ഗോൾഡൻ ബോൾ കൊടുത്തില്ല? എന്തിന് അർജൻറ്റീനയ്ക്ക് ഫൈനലിൽ റെഡ് കാർഡ് കൊടുത്തു? എന്താ കമ്മിറ്റി ടീം എന്നുള്ള വർത്താനം ഇപ്പം ഇല്ലേ? നിങ്ങൾ ബ്രാച്ചുകൽ ഫാൻസിന് ഒന്നും പറയാൻ ഗൈസ് ഡൊണാഡോണിയൊക്കെ വീണ്ടും ഡൊണാഡോണിയുടെ ഒരു എണ്ണം പറഞ്ഞ ബോൾ നമ്മുടെ ട്രൊസാർഡ് വീണ്ടും മിസ്സാക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് കമ്മിറ്റി ടീം എന്നുള്ള ആ ഒരു വർത്താനം വരുന്നില്ലേ? ബ്രാച്ചുക്കൽ ഫാൻസ്, നിങ്ങൾക്ക് നാണമില്ല അങ്ങനെ പറഞ്ഞു നടക്കാൻ. ഇപ്പോൾ കമ്മിറ്റി ടീമല്ല അത്ര. എന്താ മെസ്സിയോടുള്ള വിമർശനം കാരണം ഇത്ര നല്ല പ്ലെയറിനെ നിങ്ങൾ ഇങ്ങനെ അടിച്ച് അമർത്തല്ലേ. കമ്മിറ്റി ടീമാണ് പോലും. ഇപ്പോൾ കമ്മിറ്റി ടീമല്ല കേട്ടോ. ബ്രസീലും പോർച്ചുഗലും പുറത്തായപ്പോൾ കമ്മിറ്റി ടീം, പിന്നെ അർജൻറ്റീന 2 കളികൾ ജയിച്ചപ്പോൾ കമ്മിറ്റി ടീം, ഇപ്പോൾ പുറത്തായപ്പോൾ അർഹതപ്പെട്ട വിജയം എന്നൊക്കെ. എന്താല്ലേ നമ്മളിപ്പോൾ എന്തായാലും കളി ജയിച്ചിട്ടുണ്ട് ഗൈസ്. 1-0 കളി ഇവിടെ നമ്മൾ സ്വന്തമാക്കി. അപ്പോൾ റേറ്റിംഗ് 1640. എന്തായാലും നമുക്ക് അടുത്ത കളി തുടങ്ങാം ഗൈസ്. ഓക്കെ അടുത്ത കളി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് 2 വീഡിയോ അപ്ലോഡ് ചെയ്യാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ കളിയിൽ നമുക്ക് 1 ഗോളേ അടിക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ അത് ഷോർട്സിലിടുമ്പോൾ അത് ഭയങ്കര ചെറുതായി പോകും ആ ഷോട്ട്. അതുകൊണ്ട് നമ്മൾ 2ാം വീഡിയോ ഇന്നത്തെ അപ്ലോഡ് ചെയ്യുകയാണ് ഗൈസ്. നമ്മൾ സമയം കണ്ടെത്തിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉണ്ടാവില്ല. ഞാൻ പിന്നെ എന്തായാലും ഞാൻ ഫ്രീ ആയ കാര്യം കൊണ്ടാണ്. ഓക്കെ അപ്പോൾ നമ്മുടെ ഒപ്പോണൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ആരാന്ന് തന്നെ നമുക്ക് നോക്കാം. FC ബാർസലോണ. നല്ല ടീം സ്ട്രെങ്ത് ഉള്ള ഒരു ഒപ്പോണൻ്റ് തന്നെയാണ്.
ഓക്കെ നമ്മുടെ ഓക്കെ ഫോമൊക്കെ തന്നെയാണ് എല്ലാവരും. ഓക്കെ അവൻ്റെ നല്ല ടീം 4-2-1-3 ലോങ് ബോൾ കൗണ്ടർ 3225 ഫാബിയോ കപ്പല്ലോ നമ്മുടെ 110 അങ്കര മെസ്സി ഉണ്ട് കേട്ടോ ഗൈസ് അവൻ്റെ. നമ്മുടെ പ്ലേയേഴ്സൊക്കെ ഫോമിൽ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, നന്നായി കളിക്കട്ടെ എന്ന് പറയാം. ഓക്കെ എന്തായാലും കളി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഒക്കെ കളി ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ആരുടെ ടച്ച് എന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കണം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായതല്ലേ? ബ്രാച്ചുക്കൻ, നാണമില്ലാത്ത ബ്രാച്ചുക്കൻ. ഞങ്ങൾ ഈ വേൾഡ് കപ്പ് സ്വതന്ത്രമായി ടെൻഷനില്ലാതെ കണ്ടു. ഞങ്ങൾ അർജൻറ്റീന ഫാൻസ്, നിങ്ങൾ ടെൻഷൻ അടിച്ച് കണ്ട് പ്രീ ക്വാർട്ടറിൽ നിങ്ങളുടെ ടീമും പുറത്തായി, എല്ലാവരും പുറത്തായി. ഇപ്പോൾ ജെട്ടി മാറുന്ന പോലെ നിങ്ങളുടെ ടീം മാറി. അർജൻറ്റീനയുടെ എതിരാളികളൊക്കെ നിങ്ങളുടെ ടീമായി മാറി. നാണമില്ലാത്ത ഫാൻസ്, ഒരൊറ്റ ടീമിൽ ഉറച്ചു നിൽക്കാനുള്ള തൻ്റെ ഇടയില്ലാത്ത അണ്ടിവറയന്മാർ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ജോഡി ആൽബ, സ്കോൾസ് അത് പിടിച്ചു. ചൗമേനി പിടിച്ചു ഗൈസ്. ചൗമേനി നെഡ്വെഡ് ഓക്കെ, നെഡ്വെഡിനാണ് പോയി ഗൈസ്. ഓക്കെ അത് കൊടുത്തില്ല കണ്ട. ഞാനത് ഇങ്ങനെ പാസ്സാകുമ്പോൾ എപ്പോഴേ ഇട്ടതാ. ഒരു നല്ലൊരു ത്രൂ ബോൾ വരും. ഇല്ല, നിക്കോസ് ക്ലോട്ടർബെക്ക്, ചുമേനി ഓക്കെ. ആൻഡി കോൾ ഗൈസ്, ഇറ്റ്സ് പെലെ ഓക്കെ. പെലെ ഇന്റർസെപ്ഷൻ. കൈസേഡോ ഓക്കെ. ഇതാണ് കൈസേഡോ അല്ലേ? അത് സ്കോൾ സൈഡ്. അയ്യോ, വീണ്ടും നമ്മൾ പന്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആൻഡി കോൾ ഓക്കെ ഗൈസ്. ബറേസി ഓക്കെ. ഹാളൻഡിനോട്ട് എത്രയായിട്ട് പിന്നെ നമ്മുടെ അക്കന്നെ വേറെ അതിൻ്റെ ഒരു ഇൻ്റർസെപ്ഷൻ നമ്മളവിടെ കണ്ടു. ഓക്കെ. ബാറ്റിസ്റ്റൂട്ട കിട്ടിയില്ല. പെലെ ഓക്കെ. ജോഡി ആൽബ കൈസേഡോ വീണ്ടും ഇൻ്റർസെപ്ഷൻ. ലോത്തർ മൊത്താവൂസിൻ്റെ ഒരു ഇൻ്റർസെപ്ഷൻ. ആൻഡി കോൾ ഗൈസ്. അയ്യോ, അതടിച്ച ഗൈസ്. 1-0 ഗൈസ്, 1-0. ഹാളൻഡ്, എഡ്മിൽസൺ, കൈസേഡോ. ചെറിയ നീരുവീഴ്ചയുണ്ട് ഗൈസ്, നിങ്ങളതൊക്കെ കാര്യമാക്കണ്ട. ചെറിയ നീരുവീഴ്ച ഉണ്ട് കുറച്ച്. ഓക്കെ. നെഡ്വെഡ്, കോൾ ഗൈസ്. വാട്ട് ഇൻ്റർസെപ്ഷൻ ബൈ കൈസേഡോ, നമ്മുടെ മുത്തമണി കൈസേഡോ. ഓക്കെ. സ്കോൾസ് ഓക്കെ. വാട്ട് എ ഗോൾ ഗൈസ്. അത് ലാഗ് വന്നു അവിടെ, എന്നിട്ടും ഗോളായി. സ്കോൾസിൻ്റെ വിഷനറി പാസ് നമ്മൾ വീണ്ടും കണ്ടു ഗൈസ്. ഇറ്റ്സ് 1-1 ഗൈസ്. നമ്മുടെ ബാറ്റിസ്റ്റൂട്ടയുടെയും പാസ് അടിപൊളിയായിട്ട് ഗൈസ്. പിന്നെ അവിടെ ലാഗ് വന്നു ഹാളൻഡിനെ അടിക്കാനായിട്ട് മുന്നേ. നോക്കി ഗൈസ്, ലാഗ് കണ്ട, നെറ്റിൻ്റെ ഇഷ്യൂ കണ്ട ഗൈസ്. ഭാഗ്യം മണ്ടത്തരം ചെയ്തു ഗൈസ്. നെറ്റ് വൈഫൈ പണി തരുന്നു ഗൈസ്. അയ്യോ. ഓക്കെ. കൈസയോട് ജാതി കളിയാട്ടോ ഗൈസ്. ഓക്കെ. ഹാളൻ ഓക്കെ. നല്ല അവസരം. മത്യൂസ് കിട്ടിയതായിരുന്നു. ഓക്കെ. നെറ്റ് വന്നിട്ടുണ്ടോ ഗൈസ്? ഓക്കെ. കൈസേഡോ കിട്ടി. ബാറ്റിസ്റ്റൂട്ട, ഹാളൻഡിലോട്ട്. ഹാളൻ ചുമേനി ഗൈസ്. ഓക്കെ. ലിയണൽ മെസ്സി ബ്ലിറ്റ്സിലുണ്ട് അല്ലേ? ഇന്റർസെപ്ഷൻ. എഡ്മിൽസൺ ഓക്കെ. കളി ചൂട് പിടിക്കേണ്ടോടെ ഗൈസ്. ഓക്കെ. കോർണർ അടിക്കാൻ പാടില്ല അവൻ. ഓക്കെ. 6 യാർഡ് ബോക്സിലോട്ടാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. ലിയണൽ മെസ്സി ഭാഗ്യനുണ്ട് ഗൈസ്. നമ്മുടെ ജോഡി ആൽബയുടെ കാലിലേക്ക് തന്നെ പോയ കാര്യമുണ്ട്. ഓക്കെ. ഹാളൻഡിലോട്ടൊരു നല്ല സാധനം തന്നെയാണ്. പക്ഷേ ടിംബർ ഗൈസ്, ജൂറിയൻ ടിംബർ. ജോഡി ആൽബ. ഓക്കെ. ഫസ്റ്റ് ഹാഫ് ഇവിടെ കഴിയണു. 1-1 ഗൈസ്. ഓക്കെ. എന്തായാലും നമുക്ക് സെക്കൻഡ് ഹാഫ് തുടങ്ങാം. നമ്മുടെ സെക്കൻഡ് ഹാഫ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ.
നമ്മൾ സബ് പഴയതുപോലെ തന്നെ ഇറക്കിയിട്ടുണ്ട് എല്ലാവരും. റൗൾ, കൈസേഡോ, നാഗാട്ടോമോ. ഓക്കെ കൈസേഡോ. ഓക്കെ വെൽ പ്ലേ ഗൈസ്, വെൽ പ്ലേ. ഓക്കെ കൈസേഡോ, റൗൾ ഡബിൾ ടച്ച് ഇട്ടാണ് ഞാൻ, പക്ഷേ ഡബിൾ ടച്ച് റൗൾ ഇട്ടില്ല. നമുക്ക് എന്തായാലും നമ്മുടെ ഡൊണാഡോണിയുടെ ഒരു കോർണർ വരുന്നുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. നല്ലൊരു കോർണർ തന്നെയാണ് തോന്നുന്നത്. ഓക്കെ എഡ്മിൽസൺ. ഓക്കെ നല്ലൊരു കോർണർ തന്നെയായിരുന്നു നമ്മുടെ എഡ്മിൽസൺ കുത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ 2-1 ഗൈസ്. ഡൊണാഡോണിയുടെ ഒരു എണ്ണം പറഞ്ഞ കോർണറിൽ നമ്മളിതാ ഗോള് കണ്ടെത്തുന്ന കാഴ്ച. ഡൊണാഡോണി. ഓ തുറാം, ലിലിയൻ തുറാം. പെലെ, മെസ്സി the goat. Okay, Owen, Trossard. Oh, what a dribbling, man. Donadoni. Oh, വന്നു പോയി ഗൈസ്, അവസാനം പോയി. ഓക്കെ അവൻ്റെ ഒരു കൗണ്ടർ അറ്റാക്കാണ്. പവൽ നെഡ്വെഡ്, പെലെ, മത്യൂസ്, മെസ്സി, മത്യൂസ്. ഓക്കെ ബറേസി ഇന്റർസെപ്ഷൻ. ഓക്കെ ട്രോസാർഡ്. ഓക്കെ അഗൈൻ ഒരു ഗുഡ് ചാൻസ്. ഓക്കെ ട്രോസാർഡ് ഗൈസ്. ഓക്കെ 3-1 ഗൈസ്. തുറാമിനെ വെട്ടിച്ച് നമ്മുടെ ട്രോസാർഡ് 3-1 ആക്കിയിരിക്കുന്നു ഗൈസ്. ഓക്കെ അവൻ സബ്ബറക്കാൻ പോയെന്നുണ്ട് ഗൈസ്. അത് റേഞ്ച് കിറ്റാണ്, സബ്ബാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. എന്തായാലും അവൻ സബ്ബറക്കാൻ പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ എന്തായാലും നോക്കാം അവൻ എന്നിട്ട് ചെയ്യണേന്ന് നോക്കണം. നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് പോസ് ചെയ്യാം ഗൈസ്. ഓക്കെ ആ സബ്ബറക്കാനായിട്ട് പോയി ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും പന്ത് കിട്ടിയിട്ടുണ്ട്. ഡൊണാഡോണി. ഓക്കെ അഗൈൻ മിസ് പാസ്. ഓക്കെ നമുക്ക് തന്നെ കിട്ടി. റൗൾ. ഓക്കെ മത്യൂസിൻ്റെ ഒരു നല്ല ബോൾ തന്നെ ആയിരുന്നു. റൗൾ ഓടിക്കയറാൻ കുറച്ച് സ്പീഡ് കുറഞ്ഞു പോയി. ട്രൊസാർഡ് അത് ഓടിക്കയറാനുണ്ട് ഗൈസ്. സൺ ഹ്യൂമിൻ. ഓക്കെ കെല്ലിനി, വാട്ട് ഇന്റർസെപ്ഷൻ മാൻ. ഡൊണാഡോണി. ഓക്കെ ലിയാൻഡ്രോ ട്രൊസാർഡ്. ഓക്കെ ട്രൊസാർഡ്. ഓ സേവ് ഗൈസ്. ഓക്കെ നല്ലൊരു സേവ് തന്നെ ആയിരുന്നു കേട്ടോ ഗൈസ്. അത് എന്തായാലും കോർണർ കിട്ടിയിട്ട് നമുക്ക് എന്തായാലും ഈ കോർണറും ഗോൾ അടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ നല്ലൊരു ബോൾ തന്നെയാണ്. ഓക്കെ അയ്യോ തട്ടിയില്ലേ, ഞാൻ ഞെക്കിയതാണ് പക്ഷെ വന്നില്ല ഞെക്കിയത്. ഓക്കെ മത്യൂസ്. ഓ പോയി ഗൈസ്. ഓക്കെ മത്യൂസ് അഗൈൻ. ഓക്കെ ഡൊണാഡോണി. ഓ വെൽ ക്ലിയർ ബൈ തുറാം ഗൈസ്. ബറേസിക്ക് കിട്ടുമോ നോക്കാം. പെലെ, ആന്റോയിൻ ഗ്രീസ്മാൻ. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ബറേസി, യൂട്ടോ നാഗട്ടോമോ, കൈസേഡോ. വാട്ട് ടൈം പ്ലേ ഗൈസ് ഫ്രം അസ്. വാട്ട് ടൈം പ്ലേ, വെൽ പ്ലേഡ്. ഓ സ്കില്ലിടാൻ സമ്മതിച്ചില്ല നിക്കോസ് ക്ലോട്ടർബെക്ക്. ജർമ്മൻ ഡിഫൻഡ്. ആന്റോയിൻ ഗ്രീസ്മാൻ. ഓക്കെ മിസ് പാസ് അഗൈൻ. ബറേസി വെൽ ജഡ്ജ്. കൈസേഡോ, ട്രൊസാർഡ്. ഓ ഡൊണാഡോണി. ഓക്കെ ആന്റോയിൻ ഗ്രീസ്മാൻ, ബറേസി, മത്യൂസ്. ഓക്കെ നെയ്മർ ജൂനിയർ. ഓക്കെ അഗൈൻ പോയി ഗൈസ് അവൻ്റെ. ഓ തുറാം ഗൈസ്, ലിലിയൻ തുറാം. കൈസേഡോ, പെലെ. ഓക്കെ again and again we are getting the ball again. ഓക്കെ നമ്മൾ ജയിച്ചിരിക്കുന്നു ഗൈസ്. 3-1 നമ്മൾ കളി സ്വന്തമാക്കിയിരിക്കുന്നു. നമുക്കെന്തായാലും ആരാണ് എത്ര റേറ്റിംഗ് കയറി നോക്കാം. 22,662 ഗൈസ്. സോ ഗൈസ് അപ്പം ബൈ.